ഹലോ ഗായ്സ്, അപ്പോൾ ഞങ്ങളുടെ അമ്മയുടെ വീട്ടിലെ പെരുന്നാളാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ രാത്രി പള്ളിയിൽ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഇവരാണെങ്കിൽ നല്ല ഫോൺ കളിയാണ്. ഇവരോട് പള്ളിക്ക് ഉണ്ടോയെന്നാണ് ചോദിക്കുന്നത്. ഇവളോട് ഇല്ല എന്ന് പറയണം. ആ നേരത്താണ് അവൾ ഡ്രസ്സ് മാറിയിട്ട് ഞാൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഓടി വരുന്നത്. ഞങ്ങളാകെ കുറച്ച് പേരെ പോകുന്നുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ 3 ടൂ വീലറിലാണ് പോകുന്നത്. ഇതവിടുത്തെ ചെറിയൊരു പെരുന്നാളാണ്. അതുകൊണ്ട് ഞങ്ങളുടെ വീട്ടിലും കുറച്ച് വീട്ടിലൊന്നും മാല ബൾബ് ഇട്ടില്ല. വളരെ കുറച്ച് വീടുകളിൽ മാത്രമാണ് ഇവിടെ മാല ബൾബ് ഇട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ പള്ളിയിൽ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കാണാനാണ് നമ്മൾ പോകുന്നത്. അതിന് മുമ്പ് നമ്മൾ വേറൊരു സ്ഥലത്ത് പോയിട്ട് അവിടുത്തെ പരിപാടികൾ കണ്ടിട്ട് പിന്നെ നമുക്ക് പള്ളിയിൽ പോകാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഞങ്ങൾ കുറച്ചും കൂടി പോയപ്പോൾ 2 വീട് അടുപ്പിച്ചിട്ട് പച്ച ലൈറ്റിട്ട് വെച്ചിട്ട് പ്രേത ബംഗ്ലാവ് മാതിരി ഉണ്ടായിരുന്നു. ഇവിടുത്തെ ശരിക്കുള്ള വലിയ പെരുന്നാളെന്ന് പറഞ്ഞാൽ നവംബറിലാണ് കേട്ടോ. പിന്നെ നല്ല ഇരുട്ടുള്ള വഴി. അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ഹൈവേയിലെത്തി. അവിടെയാണെങ്കിൽ നല്ല രസത്തിൽ മാൽബൾബൊക്കെ ഇട്ടുണ്ടായിരുന്നു റോട്ടിൽ. പിന്നെ നമ്മൾ കുറച്ച് നേരം അവിടെ വണ്ടി നിർത്തി അവിടെ നിന്ന് കണ്ടു കേട്ടോ. ഇവളവിടെ ഫോണും കളിച്ചിരിക്കുകയായിരുന്നു. നമ്മൾ നിർബന്ധിച്ചിട്ടാണ് ഇവൾ വന്നത് തന്നെ. നമ്മൾ ഏതോ ഒരു വീടിൻ്റെ മുന്നിലായിരുന്നു കേട്ടോ വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞപ്പോഴേക്കും ഒരു ചെറിയൊരു ക്യൂട്ടായിട്ടുള്ള ഒരു കുട്ടിയുടെ കീച്ചേനില്ലേ, അത് കാണിച്ചു തരായിരുന്നു കേട്ടോ. നമ്മളവിടെ എത്തിയോണ്ടായിരുന്നു എന്നറിയില്ല ഗൈസ്. അവിടെ എത്തിയപ്പോഴേക്കും പരിപാടികളൊക്കെ നിന്ന് പോയി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവിടുത്തെ പരിപാടികളൊക്കെ തുടങ്ങി കേട്ടോ. പിന്നെ അവിടെ ഫുള്ള് ബഹളമായി. നമ്മളിവിടെ നിന്ന് ഡാൻസ് കളിക്കുക, അവരവിടെ നിന്ന് ഡാൻസ് കളിക്കുക. അത് കഴിഞ്ഞപ്പോഴേക്കും ആ കുട്ട അങ്ങ് നടന്നു പോയി. അപ്പോൾ ഞങ്ങളും പോയി. ഇനി പള്ളിക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എക്സ്ചേഞ്ച് ആയിട്ട് നമ്മൾ പോവുകയാണ്. അപ്പോഴാണ് കൊട്ടിപ്പോയ കുട്ട അവിടെ നിന്ന് കൊട്ടുന്നത് കണ്ടത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പള്ളിക്ക് വിട്ടു കേട്ടോ. പള്ളിയുടെ അവിടെ എത്താനായി. അതിൻ്റെ ഇടയിൽ നമുക്ക് ചെറുതായിട്ടൊന്ന് വഴി തെറ്റി. അത് കഴിഞ്ഞിട്ട് നമ്മൾ പള്ളി എത്താനായിട്ടോ. പള്ളിയുടെ ബാക്ക് വശത്തിൽ കൂടെ അങ്ങനെ പോകുന്നത് വണ്ടി പാർക്ക് ചെയ്യാനായിട്ട്. ഇവിടെ ചെറിയ പെരുന്നാളാണെങ്കിലും അത്യാവശ്യം കടകളും പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പള്ളിയുടെ പിന്നിലേക്ക് എത്തി. അങ്ങനെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ ഇവിടുന്ന് മുന്നിലേക്ക് നടക്കുകയാണ്. നമ്മൾ പള്ളിയുടെ മുന്നിലേക്ക് നടക്കുമ്പോഴും ഫുള്ള് പൊട്ടത്തരങ്ങൾ പറഞ്ഞിട്ടേ നടക്കുള്ളൂ. പള്ളിയിലത്തെ ലൈറ്റൊക്കെ കാണാൻ വേണ്ടി പോവുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ അവൾക്ക് നേർച്ച വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുകയാണ്. അപ്പോൾ ഇവളെയും കൊണ്ട് നേർച്ച മേടിക്കാൻ പോവുകയാണ് ഇവൾ. അങ്ങനെ നമ്മൾ ഇവൾക്ക് നേർച്ചയൊക്കെ മേടിച്ചു കൊടുത്തു കേട്ടോ. സാധാരണ പിള്ളേർ ടോയ്സ് വേണമെന്ന് പറഞ്ഞിട്ടാണ് വാശി പിടിക്കാറ്. ഇവൾ നേരെ തിരിച്ച് നേർച്ച വേണമെന്ന് പറഞ്ഞിട്ടാണ് വാശി പിടിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ കുറേ നേരം പള്ളിയിലത്തെ ലൈറ്റൊക്കെ കണ്ട് നിന്ന്. അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ നേരത്തെ കണ്ട ശിങ്കാരിമേളം പോകുന്നുണ്ടായിരുന്നു. കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി വന്നു. അപ്പോൾ ഇവിടെ കുറേ കാർട്ടൂൺ പിക്ചേഴ്സുമല്ലായിരുന്നു കേട്ടോ ഈ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴത്തെ ട്രെൻഡാന്ന് തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെല്ലാവരും അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. വീട്ടിലേക്ക് നേരെ പോകാമെന്ന് വിചാരിച്ചു. പിന്നെ വേറെ എവിടെയും നിർത്തിയില്ല, നമ്മൾ നേരെ വീട്ടിലേക്കാണ് പോയത്. ഇവരിവിടെ വണ്ടിയുമ്പോൾ ഓവർടേക്ക് ചെയ്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മളെല്ലാവരും കൂടി വീട്ടിലെത്തിയപ്പോഴേക്കും 1:30 കഴിഞ്ഞ് വീട്ടിലുള്ള എല്ലാവരും കൂടി തുടങ്ങി. നമ്മളവരൊക്കെ എണീപ്പിച്ചു. അപ്പം ഇന്നത്തെ ഇത്രയുള്ള ബായ്.